കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 21, 34 മുതൽ 36 വരെയുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് യേശു ശിഷ്യന്മാരോട് അരുളി ചെയ്തു, സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാവുകയും ആ ദിവസം ഒരു കെണി പോലെ പെട്ടെന്ന് നിങ്ങളുടെ മേൽ വന്നു വീഴുകയും ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. എന്തെന്നാൽ ഭൂമുഖത്ത് ജീവിക്കുന്ന എല്ലാവരുടെയും മേൽ അത് നിബന്ധിക്കും. സംഭവിക്കാനിരിക്കുന്ന ഇവയിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് മനുഷ്യപുത്രൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ട കരുത്ത് ലഭിക്കാൻ സദാ പ്രാർത്ഥിച്ചുകൊണ്ട് ജാഗരൂകരായിരിക്കുവിൻ. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, നമ്മൾ ആരാധന ക്രമവത്സരത്തിലെ ഒരു കാലം ഇന്ന് അവസാനിക്കുകയാണ്. സാധാരണ കാലം. നാളെ മുതൽ ആഗമന കാലത്തിലേക്ക്, ആദ്യ ഞായറാഴ്ച ആഗമന കാലത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇനിയുള്ള ദിവസങ്ങൾ ക്രിസ്തുവിൻ്റെ വരവിനായി പ്രതീക്ഷയോടെ, പ്രത്യാശയോടെ, സന്തോഷത്തോടെയൊക്കെ കാത്തിരിക്കുന്ന പ്രതീകാത്മകമായ ഒരു കാത്തിരിപ്പിൻ്റെ കാലമാണ്. നമുക്കറിയാം, ഈശോ ഒരിക്കൽ വന്നു, ഈ ലോകത്ത് മനുഷ്യനായി അവതരിച്ചു. അത് രക്ഷകനായിട്ടാണ് ഈശോ വന്നത്. എന്നാൽ ഈശോ വീണ്ടും വരും, വചനത്തിൻ്റെ വാഗ്ദാനമാണ്. അവൻ രണ്ടാമത് വരുന്നത് വിധിയാളനായിട്ടാണ്. ആദ്യം ഈശോ ഈ ലോകത്തിലേക്ക് വന്നത് നമ്മെ രക്ഷിക്കാനാണെങ്കിൽ, ഇനി ഈശോ ഈ ലോകത്തിലേക്ക് രണ്ടാമത് വരുന്നത് വിധിയാളനായിട്ടാണ്. അതാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ച് കേട്ടത്. അവൻ്റെ രണ്ടാം വരവിൽ നമ്മൾ എങ്ങനെ ഒരുങ്ങിയിരിക്കണം എന്നുള്ളതാണ് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ ഇതിവൃത്തം, അതിൻ്റെ കൃത്യമായൊരു സന്ദേശം. അതിനകത്ത് സുവിശേഷം അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: കർത്താവിനെ കണ്ടുമുട്ടാൻ അവൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ അവൻ്റെ മുമ്പിൽ ഉണർവോടെ തല ഉയർത്തി നിൽക്കാൻ നമ്മൾ സദാ പ്രാർത്ഥിച്ചുകൊണ്ട് ജാഗരൂകരായിരിക്കുവിൻ. രണ്ട് കാര്യങ്ങളാണ് വളരെ ശക്തമായിട്ട് വചനത്തിലൂടെ പ്രബോധിപ്പിക്കുന്നത്. ഒന്ന്, സദാ പ്രാർത്ഥനയിലായിരിക്കും എന്ന് പറഞ്ഞാൽ സദാ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ദൈവൈക്യത്തിലായിരിക്കുവിൻ. പ്രാർത്ഥനയിലായിരിക്കുക എന്ന് പറഞ്ഞാൽ, മറ്റൊരു വാക്യം പറഞ്ഞാൽ യേശുവിനോട് ഐക്യപ്പെട്ട് ജീവിക്കുക. രണ്ട്, സദാ ജാഗരൂകരായിരിക്കുവിൻ, ആത്മീയ ജാഗ്രത പുലർത്തുക. അത് എപ്പോൾ വരുമെന്ന് അറിയത്തില്ല. നമ്മളെപ്പോൾ കർത്താവിനെ കണ്ടുമുട്ടുമെന്ന് നമുക്കറിയത്തില്ല. അന്ത്യവിധിയിൽ നിശ്ചയമായിട്ട് നാം അവനെ കണ്ടുമുട്ടും. കൂടാതെ മരണത്തോടു കൂടി നാം എല്ലാവരും ഒരു തനത് വിധിയിലേക്ക് പ്രവേശിക്കും. അപ്പോൾ നിശ്ചയമായും നമ്മുടെ മരണത്തിൽ തന്നെ നാം അവനെ കണ്ടുമുട്ടുന്ന ഒരു സമയമുണ്ട്. ഈ സമയത്തിനായിട്ട് നമ്മൾ ഒരുങ്ങുമ്പോൾ ജാഗ്രതയോടുകൂടി ആയിരിക്കുക എന്ന് പറഞ്ഞാൽ ആത്മീയ ഉണർവ് പാലിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ആത്മീയ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു ജാഗ്രത പാലിക്കുക, നിത്യതയെക്കുറിച്ച്, നിത്യതയിൽ അവനോടൊപ്പം ആയിരിക്കേണ്ട ആ ദൈവസ്നേഹത്തിൻ്റെ പൂർണ്ണമായ ആ അനുഭവത്തെക്കുറിച്ചൊക്കെ ഉള്ളൊരു ഒരു ആത്മീയ ജാഗ്രത നമ്മൾ പുലർത്തണമെന്ന് സുവിശേഷം ഓർമ്മപ്പെടുത്തുമ്പോൾ, ഈ ആത്മീയ ജാഗ്രതയിൽ നിന്നും, പ്രാർത്ഥനയിൽ നിന്നും, അല്ലെങ്കിൽ ഏകാഗ്രമായി ദൈവസ്നേഹ ഐക്യത്തിൽ ഒരു ദൈവ പൈതൽ ജീവിക്കുന്നതിന് ഈ ലോക ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ചില തടസ്സങ്ങൾ വചനം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലെങ്കിൽ നമ്മൾ ഇതിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യുന്ന, ഈ ലക്ഷ്യത്തിൽ നിന്നും ഡീവിയേറ്റ് ചെയ്യുന്ന ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണം എന്ന് വചനം ഓർമ്മപ്പെടുത്തുന്ന 3 കാര്യങ്ങളാണ്. ഒന്ന്, സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത. ഇതിലേതെങ്കിലുമൊക്കെ ഒന്ന് നമ്മൾ പെടും. അതുകൊണ്ട് തന്നെ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം മറന്നു പോകാനും മനസ്സ് ദുർബലമാകാനും കാരണമാകും. മനസ്സ് ദുർബലമായി കഴിഞ്ഞൊരു പ്രശ്നമുണ്ട്, നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പറ്റില്ല, കൃത്യമായ നിലപാടുകൾ എടുക്കുക. പരീക്ഷയ്ക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നവർ വെച്ച് മനസ്സ് അസ്വസ്ഥമാണെങ്കിൽ പഠിക്കാൻ പറ്റില്ല. വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ മനസ്സ് ഡിസ്റ്റർബ്ഡ് ആണെങ്കിൽ ഏകാഗ്രത കിട്ടില്ല, ആക്സിഡൻ്റ് ഉണ്ടാവും. ഇപ്പം എന്നൊക്കെ പറയുന്നത് പോലെ ഒരു ലക്ഷ്യത്തിലേക്ക് പ്രയാണം ചെയ്യുന്ന നമ്മൾ ലക്ഷ്യമെന്താണെന്ന് കൃത്യമായിട്ട് അറിഞ്ഞുകൊണ്ട് അതിലേക്ക് യാത്ര ചെയ്യുന്ന നമ്മൾ, പൗലോസ് പറഞ്ഞതുപോലെ ലക്ഷ്യമില്ലാതെയല്ല ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതൊക്കെ,
വായുവിൽ അടിക്കുന്നവനെ പോലെയല്ല, കൃത്യമായ ലക്ഷ്യത്തോടു കൂടിയാണ്. അപ്പോൾ ഒരു ക്രിസ്ത്യാനിക്ക് കൃത്യമായ ലക്ഷ്യമുണ്ട്, ജീവിതത്തിൽ സാക്ഷാത്കരിക്കപ്പെടേണ്ട കൃത്യമായ ഒരു ലക്ഷ്യമുണ്ട്. ഈ ലക്ഷ്യത്തെ മുന്നിൽ കണ്ടുകൊണ്ട് യാത്ര ചെയ്യുമ്പോൾ ഈ ലക്ഷ്യത്തിൽ നിന്നും ഒരുവനെ വ്യതിചലിപ്പിക്കുന്ന കാര്യങ്ങളാണ് ജീവിത വ്യഗ്രത, സുഖലോലുപത, മദ്യാസക്തി. ഇന്ന് ചില ചിലരുടെയൊക്കെ ജീവിതം കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും കുറച്ച് സൂഹിക്കണം, ഈ ഒറ്റ ചിന്തയുള്ളൂ. പാപം ചെയ്തിട്ടാണെങ്കിലും കുഴപ്പമില്ല, ആരെ ചതിച്ചിട്ടാണെങ്കിലും കുഴപ്പമില്ല, പറ്റിച്ചിട്ടാണെങ്കിലും കുഴപ്പമില്ല, എനിക്ക് അല്പം സൂഹിക്കണം. അത് കുടുംബത്തിലുള്ളവർക്ക് വേദന ഉണ്ടായാലും കുഴപ്പമില്ല, കുടുംബാംഗങ്ങളിൽ അതിൻ്റെ പേരിൽ വേദനിച്ചാലും കുഴപ്പമില്ല, എനിക്ക് കുടിക്കണം, എനിക്ക് സന്തോഷിക്കണം, എനിക്ക് സുഖിക്കണം. എന്നാൽ ഇവരൊക്കെ അല്പം സഹിക്കാൻ പോലും തയ്യാറാകില്ല. ഇവരല്പം സുഖിക്കുന്ന കാര്യത്തിൽ കുഴപ്പമില്ല, പക്ഷേ സഹനം വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരല്പം സഹനം ഏറ്റെടുക്കാൻ കുടുംബത്തെ പ്രതിയോ കുടുംബാംഗങ്ങളെ പ്രതിയോ ഈശോയോടുള്ള ബന്ധത്തിൽ ഏറ്റെടുക്കേണ്ടി വരുന്ന സഹനങ്ങൾ വരുമ്പോൾ വല്ലാതെ ബുദ്ധിമുട്ടാണ് അവർക്ക്. പക്ഷേ സൂക്ഷിക്കുന്ന കാര്യത്തിൽ അതൊരു ജീവിത ശൈലിയായിട്ട്, ജീവിതത്തിൻ്റെ തീരുമാനമായിട്ട് മാറ്റപ്പെട്ടവരുണ്ട്. രണ്ടാമത് മദ്യാസക്തി, മനസ്സ് ദുർബലമാകും, മദ്യപാനത്തിൻ്റെ അടിമത്തം, ലോകം വെച്ച് നീട്ടുന്ന സുഖത്തിന് വേണ്ടിയിട്ടുള്ള ആ ഒരു തീവ്രത. മൂന്നാമത് പറയുന്നത് ജീവിത വ്യഗ്രത. എന്തെല്ലാം കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് അസ്വസ്ഥപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ കൊച്ചു ജീവിതത്തിൽ നമുക്ക് നമ്മുടേതായ അനുദിന ജീവിതത്തിൻ്റെ ആകുലതകളും വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ നമ്മളെ അലട്ടും. ഇതങ്ങനെയൊന്നുമല്ല. ഒരു 2 ആയുഷ്കാലം ആകുലപ്പെടാനുള്ള വിഷയങ്ങൾ തലയ്ക്കകത്ത് കൊണ്ട് നടക്കുന്നവരുണ്ട് ഈ കൊച്ചു ജീവിതത്തിൽ. ഇത് നമ്മുടെ മനസ്സ് ദുർബലമാകുകയാണ് എന്ന് പറയുന്നത്. നമ്മുടെ ലക്ഷ്യത്തിൽ നിന്നും, നമ്മുടെ ജീവിതത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യത്തിലേക്കുള്ള നമ്മുടെ യാത്രകളിൽ നിന്നൊക്കെ നമ്മുടെ മനസ്സിനെ ദുർബലപ്പെടുത്തി ആ ലക്ഷ്യത്തിൽ നമ്മൾ വ്യതിചലിച്ചു പോകും, നമ്മൾ അറിയുന്നില്ല. അനുദിന ജീവിതത്തിൻ്റെ വ്യഗ്രത കൊണ്ടും മദ്യാസക്തിയിൽ അകപ്പെട്ടും സുഖലോലുപതയ്ക്ക് വേണ്ടിയുള്ള നമ്മുടെ നെട്ടോട്ടത്തിൻ്റെ നടുവിലും യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് സദാ പ്രാർത്ഥനയിലായിരുന്ന ആത്മീയ ജാഗ്രത പുലർത്തേണ്ടത് മറന്നു പോകാനുള്ള സാധ്യതയുണ്ട് എന്ന് ഇന്നത്തെ സുവിശേഷം നമ്മളെ ഓർമ്മപ്പെടുത്തി തരികയാണ്. ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. കർത്താവിൻ്റെ 2ാം വരവിന് വേണ്ടി കാത്തിരിക്കുന്ന നമ്മൾ നാളെ ആഗമന കാലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു പ്രതീകാത്മകമായ കാത്തിരിപ്പാണ് അവൻ്റെ വരവിന് വേണ്ടി. വിധിയാളനായി അവൻ വരും. അവനെ കണ്ടുമുട്ടുമ്പോൾ അവൻ്റെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കാനുള്ള ഒരു ധൈര്യം, വിശുദ്ധ ജീവിതത്തിൻ്റെ കരുത്ത് പരിശുദ്ധാത്മാവ് നമുക്ക് തരട്ടെ. അതിനായി ഈ ബലിയിലൂടെ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യാം. ആമേൻ.